സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കെഎസ്ആർടിസിയിലും സർക്കാർ കൈയിട്ട് വാരി 54 ലക്ഷം രൂപയോളമാണ് സർക്കാർ മാർച്ച് മാസത്തിൽ പിൻവലിച്ചത്. കെഎസ്ആർടിസി എംഡി ആവർത്തിച്ച് കത്ത് നൽകിയതോടെ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് പണം തിരികെ അനുവദിച്ചു. ജനം ബ്രേക്കിംഗ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് കെഎസ്ആർടിസിയിൽ പതിവായിരിക്കുകയാണ്. 2 ഘട്ടമായി ശമ്പളം നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അതുപോലും പാലിക്കപ്പെടുന്നില്ല. ഓരോ മാസവും ആദ്യ ഗഡു ശമ്പളം ലഭിക്കാൻ പോലും 15 വരെ കാത്തിരിക്കണം. 2ാം ഗഡു എപ്പോൾ നൽകാൻ കഴിയുമെന്ന് മാനേജ്മെന്റിന് പോലും ഉറപ്പില്ല. ഈ രീതിയിൽ ജീവനക്കാർ വലിയ ദുരിതം അനുഭവിക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കെഎസ്ആർടിസിയുടെ പണം വകമാറ്റിയത്. 54 ലക്ഷം രൂപയോളം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സർക്കാർ തിരിച്ചെടുത്തു. ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഇതോടെ മറ്റു വകുപ്പുകളിൽ നിന്ന് പണം ഏറ്റെടുത്താണ് സർക്കാർ പ്രതിസന്ധി മറികടന്നത്. പ്രതിസന്ധി അതിരൂക്ഷമായതോടെ പണം തിരികെ ആവശ്യപ്പെട്ട് കെഎസ്ആർടിസി എംഡി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം മാത്രമാണ് ധനവകുപ്പ് ഈ പണം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം പ്രധാനപ്പെട്ട മറ്റ് പല വകുപ്പുകൾക്കും ഇതുവരെ പണം കൈമാറിയിട്ടില്ല. ആർ രാജി, ജനം, തിരുവനന്തപുരം.